നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC 2021 മുതൽ 2026 വരെ നടത്തിയിട്ടുള്ള LGS ലെവൽ എക്സാമിലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണിക ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോൺ ആണ്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് ആരാന്ന് പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരു കോഡ് ഉണ്ട്, NRTC, എല്ലാവർക്കും അറിയുന്നതാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇതങ്ങ് പഠിച്ചു വെക്കുക. PSC 10th പ്രിലിംസിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അടുത്തത് കലാമിൻ. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ലോഹത്തിന്റെ അയിരുണ്ട്. നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെ പഠിക്കാം, അതായിരിക്കും ചോദിക്കുന്നത്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അലുമിനിയത്തിന്റെ ഏതാണ്? ഓക്സൈഡ് ആണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. അലുമിനിയത്തിന്റെ രാസസൂത്രവും പഠിച്ചു വെക്കണം, അതും ചോദിച്ചിട്ടുണ്ട്. Al2O3 2H2O. അടുത്തത് ഇരുമ്പിന്റെ രണ്ടെണ്ണമുണ്ട്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റ് Fe2O3 ആണ്, മാഗ്നറ്റൈറ്റ് Fe3O4 ആണ്. അടുത്തത് കോപ്പറിന്റെ കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. സിങ്കിന്റെ ഏതാണ്? കലാമിനും ഉണ്ട്, സിങ്ക് ബ്ലെൻഡും ഉണ്ട്. ടിന്നിന്റെ ഏതൊക്കെയാണ്? കാസിറ്ററൈറ്റും ടിൻ സ്റ്റോണും. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോകണം, ചോദിക്കും. കലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെയാണ്. അതുപോലെ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്. ഈ രണ്ടെണ്ണമാണ് കൂടുതലും ചോദിച്ചേക്കുന്നത്. അടുത്തത് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനെയാണ്. അടുത്തത് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ ആണ്. അടുത്തത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഇമ്പോർട്ടന്റ് ആണ്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. അടുത്തത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത്? ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. അടുത്തത് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണ്. 10⁵ ഡൈൻ ആണ്. അടുത്തത് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ ആണ്. അടുത്തത് താഴെ പറയുന്നതിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം ആണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ്. 3 എണ്ണമുണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണത്തിലാണ് 2 ആണ്. KLMN. നമ്മൾ ഷെല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. Kയിൽ കണ്ടുപിടിക്കുന്നത് എന്നിന് 1 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക, അപ്പം 2 കിട്ടും. അങ്ങനെ ഓരോ ഷെല്ലിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Kയില് 2, Lല് 8 ആണ്, Mല് 18 ആണ്, Nല് എത്ര ആണ്? 32 ആണ്. ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം പഠിച്ചു വെക്കണം. PSC ചോദിക്കുന്നതാണ്. Kയില് 2, Lല് 8, Mല് 18, Nല് 32. അടുത്തത് സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്താണ് സംഭവിക്കുന്നത്? പ്രതലബലം കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. പഠിച്ചു വെക്കണം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. മോസ്ലിയുടെയും പഠിച്ചു വെക്കണം. മോസ്ലി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ്. രണ്ടും ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അതുപോലെ സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജൻ ആണ്. അടുത്തത് ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അതും ചോദിക്കുന്നതാണ്.
അടുത്തത് ഉരുളൽ ഘർഷണം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവ് ആയിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. അടുത്തത് പിണ്ഡം. എന്താണ് പിണ്ഡം? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. എല്ലാ സബ്ജക്റ്റിന്റെയും ചെയ്തിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണുക. ബാക്കി ടോപ്പിക്സും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയം മതി. 8.2 മിനിറ്റ് പഠിച്ചു വെക്കുക. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ്. അടുത്തത് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്തത് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുപോലെ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അടുത്തത് ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഇരുമ്പിന്റെ ധാതു ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. നമ്മളിപ്പം പറഞ്ഞായിരുന്നു. അടുത്തത് കോൾ ഗ്യാസ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഉള്ളത്? ഹൈഡ്രജൻ ആണ്. കോൾ ഗ്യാസിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ ആണ്. അടുത്തത് വാഷിംഗ് സോപ്പില്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പില്. നമ്മൾ ബാത്തിങ് സോപ്പിൽ എന്താന്ന് പഠിച്ചിരുന്നു? ഏതായിരുന്നു? വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതായിരുന്നു? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. ഇത് വാഷിംഗ് സോപ്പിൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്തത് 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്തത് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കോട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്നക രൂപങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. അടുത്തത് ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. പ്ലാസ്മ അവസ്ഥയാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അടുത്തത് തോറിയത്തിന്റെ അയിര്. നോട്ട് ചെയ്ത് വെക്കുക. തോറിയത്തിന്റെ അയിരാണ് ഏത്? മോണസൈറ്റ്. തോറിയത്തിന്റെ അയിരാണ് മോണസൈറ്റ്. അടുത്തത് മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പ് ആണുള്ളത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അടുത്തത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ 78% കാണപ്പെടുന്നത്. ഓക്സിജൻ എത്ര ശതമാനമാണ്? 21%. അതും PyQ ആണ്. അടുത്തത് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ആണെന്ത്? സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. അടുത്തത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ പ്ലാസ്മ അവസ്ഥയാണ്. ഊർജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. അടുത്തത് ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് എന്ത്? ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1 ആണ്. വോയേജർ 1 ആണ്. അടുത്തത് നിറമുള്ള സംയുക്തങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഏത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയില് ഡി ബ്ലോക്കിൽ വരുന്നതാണ് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യ വരിയില് ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? 3D ആണ്. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണം. PSC ചോദിക്കുന്നതാണ്. മിക്ക സംക്രമണ മൂലകങ്ങളിലെ സംയുക്തങ്ങൾ
നിറമുള്ളവയാണ്. അതൊന്ന് നോട്ട് ചെയ്തുക, PSC ചോദിക്കുന്നതാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകമാണ് സംക്രമണ മൂലങ്ങള്. ഇവയില് ബാഹ്യതമ ഷെല്ലിന് തൊട്ടടുത്തുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. നമുക്ക് സബ്ഷെല്ല് അറിയാം, SPDF. യിൽ വെച്ചാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതാണ് നമ്മളോട് എക്സാമിന് ചോദിച്ചത്. അതുപോലെ ഗ്രൂപ്പിലും പിരീഡിലും രാസഗുണങ്ങളില് സാദൃശ്യം കാണിക്കുന്നുണ്ട്. സംക്രമണ മൂലകങ്ങള് ലോഹങ്ങളാണ് ഇവയെല്ലാം. ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ആസിഡുകളും ലോഹങ്ങളും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഹൈഡ്രജൻ ആണ്. അടുത്തത് സോപ്പ് നിർമ്മാണത്തില് സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? സോപ്പ് നിർമ്മാണത്തില് സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. NaCl ആണ്. സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്തത് ഊർജ പരിവർത്തനമാണ്. PSC ചോദിക്കുന്നതാണ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത്. യാന്ത്രികോർജ്ജവും താപോർജ്ജമാക്കി മാറ്റുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രിക് ഫാൻ ആണ്. അടുത്തത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അടുത്തത് ഐസില് കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുകയാണ് ചെയ്യുന്നത്. ഐസില് കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? ഹൂക്സ് നിയമമാണ്. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. അടുത്തത് ചന്ദ്രയാത്ര കഴിഞ്ഞ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രത്തിലാണ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് സംയുക്തത്തെയാണ്? മെർക്കുറിക് ഓക്സൈഡിനെയാണ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെൻസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. അടുത്തത് 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം എന്താണ്? ഘർഷണ ബലമാണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഘർഷണ ബലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ആണ്. അടുത്തത്, ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, പഠിച്ചു വെക്കുക. മെർക്കുറിക് ഓക്സൈഡ് ആണ്. അടുത്തത്, ശുദ്ധജലത്തില് pHന്റെ മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH 7 ആണ്. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഏതാണ്? ഹീലിയമാണ്. അടുത്തത്, ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. അടുത്തത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്തത്, കോൺകേവ് ദർപ്പണത്തില് പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കില് പ്രതിപതന കോണിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. 30 ആണ്. പതനകോണും പ്രതിപതന കോണും സെയിം ആണ്. അതങ്ങ് പഠിച്ചു നോക്കുക, PSC ഇത് ചോദിക്കുന്നതാണ്. അടുത്തത്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മൂലകം ഏതാണ്? യുറാനസ് ആണ്. അടുത്തത്, പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG ആണ്. അടുത്തത്, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. ഊഷ്മാവ് അളക്കാനാണ് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ദോലനത്തിന് ഉദാഹരണം. റിപ്പീറ്റഡ് PYQ ആണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ക്ലോക്കിലെ പെൻഡുലം, ഇതൊക്കെ ദോലനത്തിന്റെ എക്സാമ്പിൾ ആണ്. അത് പഠിച്ചു വെക്കണം, PSC ദോലനത്തിന്റെ എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ തെറ്റ് 4 മാത്രമാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്?
ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിനാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അത് ശരിയാണ്. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്സ് ആണ്. ഐസോബാർ അല്ല. ഐസോബാർ ഇത് നേരെ തിരിച്ചാണ്. അതായത് സെയിം മാസ് നമ്പറും ഡിഫറെന്റ് ആറ്റോമിക് നമ്പറും ഉള്ളതാണ് ഏത്? ഐസോബാർ. അത് പഠിച്ചു വെക്കണം, ചോദിക്കുന്നതാണ്. അടുത്തത് സാന്ദ്രീകരണ രീതിയാണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രീകരണത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലവന പ്രക്രിയയാണ്. റിപ്പീറ്റഡ് പി.വൈ.ക്ക് പഠിച്ചു വെക്കുക. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയയാണ്. അടുത്തത് കാൽസ്യത്തിന്റെ ബാഹ്യധമനി ഷെല്ലിലെ ഈ നമ്പർ എത്രയാണ്? 4 ആണ്. കാൽസ്യത്തിന്റെ ആറ്റോമിക നമ്പർ 20 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന 2, 8, 8, 2 ഈ രീതിയിലാണ്. അപ്പം എത്ര ഷെൽസ് ഉണ്ട്? ഇതില് ഏറ്റവും പുറത്തുള്ള ഷെല്ല് ഏതാണ്? N ആണ്. 4ാമത്തെ ഷെല്ലാണ്. അതാണ് ആൻസർ 4 ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. നമുക്കറിയാം ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്. മൈനസ് ചെയ്താൽ മതി, 1 എന്ന് കിട്ടും. ഇതുപോലെ പ്രോട്ടിയത്തിന്റെയും ട്രിഷ്യത്തിന്റെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റ് ആണ്. അടുത്തത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജം 4 ഇരട്ടിയാവും. പ്രവേഗം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചാൽ ഗതികോർജം. നമുക്ക് ഗതികോർജത്തിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? ഹാഫ് mv² ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രവേഗം. ഇതിൽ പ്രവേഗം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചാൽ അതായത് പ്രവേഗം 2v ആയിട്ട് വർദ്ധിപ്പിച്ചിട്ട് അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ എത്ര കിട്ടും? 1/2 × 4v². ഇതിൽ എക്സ്ട്രാ വന്നേക്കുന്നത് എന്താണ്? 4 ആണ്. അപ്പം 4 മടങ്ങായിട്ടാണ് ഗതികോർജം വർദ്ധിക്കുന്നത്. ഒരു വസ്തുവില് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഭാരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയില് തരംഗദൈർഘ്യം കൂടിയത് തന്നിരിക്കുന്നതിൽ കൂടുതൽ ഏതാണ്? ഓറഞ്ചിനാണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിനാണ്. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്പ്. ഐസോബാർ നേരെ തിരിച്ചാണ്. നമ്മളിപ്പം പറഞ്ഞാണ് ഐസോബാർ എന്ന് വെച്ചാൽ സെയിം മാസ് നമ്പരും ഡിഫറെന്റ് ആറ്റോമിക നമ്പരും ആയിരിക്കും. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോഡേൺ പീരിയോഡിക് ടേബിള് മോസ്ലി ആണ്. അദ്ദേഹം ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെന്റലി ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിന്റെ അയിര് ഏതാണ്? അയണിന്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. സിങ്കിന്റെ ആണ് ഏത്? കലാമിൻ. ബോക്സൈറ്റ് ഏതിന്റെ ആണ്? അലുമിനിയത്തിന്റെ ആണ്. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ നൂല് നൈലോൺ ആണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? പ്രതിപതന കോണും 60 ആണ്. പതനകോണും പ്രതിപതന കോണും സെയിം ആണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ ജലത്തിന്. മാസ് പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജം എങ്ങനെയാണ്? ഇരട്ടിയാകും. നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി.
ഗതികോർജത്തിന്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? മാസ് പകുതിയാക്കാൻ, അതായത് m/2. പ്രവേഗം എങ്ങനെ ആക്കാനാ പറഞ്ഞേക്കുന്നത്? ഇരട്ടി, 2b. നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഹാഫ് m/2 ഇൻറ്റു 4v സ്ക്വയർ എന്ന് വരും. രണ്ടും രണ്ടും വെട്ടുക. അപ്പൊ എങ്ങനെയാ വന്നേ? ഹാഫ് എം വി സ്ക്വയർ, പിന്നെ എക്സ്ട്രാ ഒരു 2 ഉണ്ട്. അതാണ് രണ്ടിരട്ടി എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐസോടോപ്പ് എന്ന് വെച്ചാൽ ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും വരുന്നതാണ്. അങ്ങനെ വരുന്ന ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ ആണ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച ആരാണ്? മോസ്ലി ആണ്. ഒരു ജലതന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ജലം എന്ന് പറയുന്നത് H2O, 2 ഹൈഡ്രജന് 1 ഓക്സിജൻ, അങ്ങനെയാണ് 3 എണ്ണം. അടുത്തത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം എന്താണ്? NaHCO3 ആണ്. ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം എന്താണ്? mL/2T⁻². ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യമാണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലില് ജലത്തിന്റെ തിളനില എത്രയാണ്? ജലത്തിന്റെ തിളനില ഫാരൻഹീറ്റ് സ്കെയിലില് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരയുള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ആർക്കാണ്? ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളില് ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ഗുരുത്വ ബലമാണ്, ഭൂഗുരുത്വാകർഷണ ബലമാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അടുത്ത ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. അലക്കുകാരത്തില് സോഡിയം, കാർബൺ, ഓക്സിജൻ. പഞ്ചസാരയില് CHO, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും. അടുത്തത് അൽനിക്കോ. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മഗ്നീഷ്യമാണ്. അൽനിക്കോയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, ഇരുമ്പുണ്ട്, കോബാൾട്ട്. ഇത്രയുമാണ് ഉൾപ്പെടുന്നത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? ഇതൊക്കെ SCERT ഉള്ളതാണ്, നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കാണുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്ത രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്ന സന്ദർഭമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. രാസവളങ്ങളുടെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പാഴ്ജല ശുദ്ധീകരണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 15 സെന്റിമീറ്റർ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ. F=R/2. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ വക്രത ആരം തന്നിട്ടുണ്ട്, ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുന്നത് ഡിവൈഡ് ചെയ്താൽ മതി. തിരിച്ചും ചോദിക്കും, വക്രത ആരവും ചോദിക്കും, ഫോക്കസ് ദൂരം തന്നിട്ട്. അടുത്ത എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ ആണ്. അടുത്തത് 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് എന്നും പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗമാണ് ഉണ്ടാകുന്നത്, അത് ശരിയാണ്. പിന്നെ ഈ വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും, ഇത് രണ്ടും ശരിയാണ്. സോണാറില് ഇൻഫ്രാസോണിക് തരംഗങ്ങളല്ല ഉപയോഗിക്കുന്നത്, അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറില് യൂസ് ചെയ്യുന്നത്. അടുത്തത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്.
അതായത് നമ്മൾ ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആണ്. പിന്നെ ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആണ്. വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അതെന്താണ്? പോസിറ്റീവ് ആണ്. അടുത്ത ഒരു പ്രോബ്ലം ആണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ത്വരണം കാണാനുള്ള ഇക്വേഷൻ അറിയാം. നമ്മൾ SCERT ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇക്വേഷൻ ഒക്കെ പറഞ്ഞാണ്. എന്താണ്? A ഈക്വൽ ടു V മൈനസ് യു ബൈ ടി ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ഡിവൈഡഡ് ബൈ സമയമാണ്. ഇവിടെ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. വി എന്ന് പറയുന്നതാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 30. ഇനീഷ്യല് 0 ആണ്. ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 5 തന്നിട്ടുണ്ട്. അപ്പൊ എത്ര കിട്ടും? 30 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം. ഈ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ത്വരണം കാണാനുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അടുത്തത് ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ആണ്. ഇരുമ്പിന്റെ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, സീഡറൈറ്റ്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ്. പിന്നെ ഫീനോള് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞാണ് 2n സ്ക്വയർ ആണ്. 2n സ്ക്വയർ ആണ്. അടുത്തത് ആധുനിക ആവർത്തന പട്ടിക മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. 2ഉം 4ഉം. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മോസ്ലി ആണ്. ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ്. അടുത്തത് ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണ്? -3 ആണ്. -3 ആണ്. അടുത്തത് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. അടുത്തത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണമാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. ദോലന ചലനത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, അതുപോലെ ഊഞ്ഞാലിന്റെ ചലനം, പിന്നെ വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡില് വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം. ഇതൊക്കെ ദോലന ചലനത്തിന് എക്സാമ്പിൾ ആണ്. അടുത്തത് രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പിണ്ഡമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോ കുറെ വട്ടം പറഞ്ഞു. ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ ആണ്. മെർക്കുറിയുടെ അയിര് സിന്നബാർ ആണ്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ എന്ത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അടുത്തത് ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രവചിച്ചത്? ഏത് ഗുണമാണ്? ജഡത്വമാണ്. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? ആദിത്യ L1 ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ISRO വിക്ഷേപിച്ചതാണ് ഏത്? ആദിത്യ L1. അടുത്തത് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തില് ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജൻ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്.
തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളില് ധാന്യത്തിലും മാംസ്യത്തിലും പൊതുവെ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്ന കിട്ടുന്ന നിറം എന്താണ്? മഞ്ഞയാണ്. താഴെ തന്നിരിക്കുന്നവയില് സമ്പർക്ക ബലം ഏതാണ്? ഘർഷണ ബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ നമ്മളിപ്പം പറഞ്ഞായിരുന്നു താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? വികിരണമാണ്. അടുത്ത വസ്തുവിന്റെ ഭാരം 0 ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വരുമ്പോഴാണ് വസ്തുവിന്റെ ഭാരം 0. അടുത്ത മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ്? വികിരണമാണ്. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നത്? 30 ഡിഗ്രിയാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. ഈ പ്രശസ്തമായ തത്വം ആരുടെയാണ്? ആർക്കിമിഡീസിന്റെയാണ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം? മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അടുത്ത ലോക വന ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ്. അടുത്ത കാലാവസ്ഥ ബലൂണില് നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ഹീലിയമാണ്. ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത സമവാക്യം ആണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ്. ബാക്കിയെല്ലാം വേഗതയുടെ ഇക്വേഷൻസ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അടുത്ത ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം P = 1/f ആണ്. പഠിച്ചു നോക്കുക. P = 1/f. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. അടുത്തത് ഏത് മൂലകത്തിന്റെ ആറ്റോമിക നമ്പറാണ് 100? ഏതിന്റെയാണ്? ഫെർമിയത്തിന്റെ. അടുത്തത് സ്ട്രീറ്റ് ലൈറ്റില് റിഫ്രക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. സ്ട്രീറ്റ് ലൈറ്റില് റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. അടുത്തത് മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അതിൽ ചേർക്കുന്ന പദാർത്ഥം എന്താണ്? സൾഫർ ആണ്. അടുത്തത് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. ഹേമറ്റൈറ്റും പിന്നെ മാഗ്നറ്റൈറ്റും പിന്നെ സിഡറൈറ്റും ഉണ്ട്. ബോക്സൈറ്റ് ഏതിന്റെയാണ്? അലുമിനിയത്തിന്റെ ആണ്. തോറിയത്തിന്റെ ആണ് ഏത്? മോണസൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അലുമിനിയം ആണ്. ഇതിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? ടെലൂറിയം ആണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അടുത്തത് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഓറിയോൺ ആണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം ഏതാണ്? സംവഹനമാണ്. ഇമ്പോർട്ടന്റ് ആണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായിട്ടുള്ള താപപ്രേഷണം ഏതാണ്? സംവഹനമാണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെയുള്ള താപപ്രേഷണ രീതിയാണ് ഏത്? വികിരണം. അടുത്തത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? കത്രികയാണ്. പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം എന്താണ്? അപവർത്തനമാണ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്
കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനമാണ് കമ്പനം. അടുത്തത് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെയാണ്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികള് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്തത് വ്യത്യസ്ത മണ്ണിനങ്ങളിലെ പി എച്ച് മൂല്യം തന്നിട്ടുണ്ട്. ഇതിലെ ഏത് പി എച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏതിലാണ്? 3 ആണ്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? 27 1/3 ദിവസമാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നതില് ദോലനവുമായിട്ട് ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനമാണ്. അടുത്തത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? സംവഹനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ ഏതാണ്? വികിരണമാണ്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൽ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആറ്റോമിക സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ ശരിയായിട്ട് എഴുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 ശരിയാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും ഒരേപോലെ ആയിരിക്കും. അടുത്തത് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായിട്ട് വരുന്ന ഏതാണ്? ബി ആണ്. പീരീഡില് ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം എങ്ങനെയാണ്? കുറയുകയാണ് ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നു, അതുപോലെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, പിന്നെ നിറം ഇല്ല. അടുത്ത അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? റിപ്പീറ്റഡ് ആണ് ചോദിക്കുന്നതാണ്. ഏതാണ്? ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഏതാണ്? മഞ്ഞ നിറമാണ്. അടുത്തത് മാസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. എന്താണ് മാസ്? പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. മാസ് എല്ലായിടത്തും സ്ഥിരമായിരിക്കും. മാസിന് ചേഞ്ച് വരില്ല. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അടുത്ത ദർപ്പണം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അടുത്തത് വികിരണം വഴിയുള്ള താപപ്രേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്നത് 3 ആണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യുന്നതാണ് ഏത്? വികിരണം. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മൂലം താപം പ്രേഷണം ചെയ്യുന്ന ഏതാണ്? സംവഹനമാണ്. സ്ഥാനമാറ്റം ഇല്ലാതെ ഏതാണ്? ചാലനമാണ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ബാരോമീറ്റർ. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലിയാണ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. അടുത്തത് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായിട്ട് പുറത്തു വരുന്നത്? ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്ത്? കമ്പനം. നമ്മൾ നോബൽ പ്രൈസ് ഒക്കെ ക്ലാസ് എടുത്തതാണ്. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമാണ്. സെയിം ആറ്റോമിക് നമ്പർ വരുന്ന ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്തത് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത
കുറവാണെങ്കിൽ ഉപയോഗപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ജലപ്രവാഹത്തില് കഴുകിയെടുക്കലാണ്. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ലാന്തനോയിഡ്സ് ആണ്. ഘനജലത്തിന്റെ രാസസൂത്രം D2O ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? മണ്ണെണ്ണയാണ്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതായിരുന്നു? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് എന്ത്? അപവർത്തനം. അപവർത്തനം ഒക്കെ നമ്മൾ SCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് ക്ലാസ് ചെയ്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. എല്ലാവരും ആ വീഡിയോ കാണുക, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്ത്? ഭ്രമണം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. അടുത്തത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? സിങ്കിന്റെ ആണ്. പീരിയോഡിക് ടേബിളില് അലസവാതകം ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഏകാറ്റമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഏതാണ്? ഹീലിയമാണ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണം. ത്വരണമാണ്. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപ പ്രക്രിയ ഏതാണ്? സംവഹനമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞായിരുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. F=R/2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും ചാർജും ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. 1ഉം 3ഉം ആണ് ശരി. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അടുത്ത ഏത് ലോകത്തിന്റെ അയിരാണ്? കലാമിൻ. കലാമിൻ സിങ്കിന്റെ ആണ്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ആണ്. ജലത്തിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. അടുത്തത് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? PVC ആണ്. PVC. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപ പ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണമാണ്. അടുത്തത് സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്. സമതല ദർപ്പണത്തിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കണം. PVQ ആണ് ചോദിച്ചിട്ടുണ്ട്. വസ്തുക്കളുടെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെ. ശരിയാണ്. പിന്നുള്ളത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എങ്ങനെയാണ്? തുല്യമാണ്. ചന്ദ്രന് ഒരു ദിവസം ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 1/3 ദിവസമാണ്. പെൻസില് കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനമാണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവിയാണ്. നീരാവിയാണ്. അടുത്തത് ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം പഠിച്ചു വെക്കണം. ആൻസർ ഓപ്ഷൻ C ആണ്. ത്രികങ്ങൾ. ത്രികങ്ങൾ ആരുടെയാണ്? ഡൊബറൈനറുടെ ആണ്. അഷ്ടകങ്ങൾ. അഷ്ടകങ്ങൾ ആരുടെയാണ്? ന്യൂലാൻഡ്സിനാണ്. അഷ്ടമ നിയമം ആരുടെയാണ്? ന്യൂലാൻഡ്സിന്റെ ആണ്. ആറ്റോമിക ഭാരം അതായത് ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത് ആരാണ്? മെൻഡലീവ് ആണ്. മോസ്റ്റ്ലി ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. പഠിച്ചു നോക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ്. ചില ആസിഡുകളുടെ ഉപയോഗം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചത്. തെറ്റ് C ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണ്. മഷി തുകൽ ഇതിന്റെയൊക്കെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ് ആണ്. ഇത് വന്നിരിക്കുന്ന SCERT ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഭക്ഷ്യവസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ സിട്രിക് ആസിഡ് ആണ്.
സോണാർ എന്ന സോണാറിൽ ഉപയോഗിക്കുന്നത് ഏത് ശബ്ദ തരംഗമാണ്? അൾട്രാസോണിക് ആണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥാനം മൂലം സ്ഥിതികോർജമാണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? പ്രകീർണനമാണ്. ഊഷ്മാവിന്റെ യൂണിറ്റ് തന്നിരിക്കുന്ന അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം ആണ് എന്ത്? പ്രവേഗം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം. അടുത്തത് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശമാണ്. നമ്മൾ തിരിച്ചും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഒരു വസ്തു എല്ലാ നിറവും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? വെളുപ്പാണ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു. ഇതിൽ കുമ്മായം ചേർക്കേണ്ടത് ഏതിലാണ്? 5. അടുത്ത സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. വസ്തുവിന്റെ അതേ വലുപ്പമാണ്. നമ്മളിപ്പം പറഞ്ഞാണ് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് ഒരു വസ്തു അതിന്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത്? ദോലനം. സ്വന്തം അക്ഷത്തെ ആസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ്? ഭ്രമണമാണ്. അതുപോലെ വൃത്താകാര പാതയിലൂടെ ചലനം എന്താണ്? വർത്തുള ചലനമാണ്, നേർരേഖാ ചലനമല്ല. ഗ്യാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഗ്യാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10th പ്രിലിംസിന് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ചാപ്റ്റേഴ്സ് 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അതിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്നുണ്ട്. അടുത്തതും SCERT ഉള്ളതാണ്. കുതിരശക്തി. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ്. അടുത്ത ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ക്യാവൻഡിഷ് ആണ്. നിലവിലെ ISRO ചെയർമാൻ ഇപ്പോൾ ആരാണ്? വി നാരായണാണ്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് എന്താണ്? പ്രഖ്യാൻ. അടുത്തത് ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോകത്തിന്റെ അയിരാണ്? കുറെ വട്ടം നമ്മൾ കണ്ട് സിങ്കിന്റെ ആണ്. അടുത്തതും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗത്തിൽ പെടാത്തത് ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് നിർമ്മാണം ക്ലോറിനാണ് യൂസ് ചെയ്യുന്നത്. ജ്വലനത്തിന് പിന്നെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് കൃത്രിമ ശ്വസനത്തിനൊക്കെ ഓക്സിജൻ ആണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? കാർമോയിസിനാണ്. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത്? ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത്? അപവർത്തനം. താഴെ തന്നിരിക്കുന്നതിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണമാണ്. ബാക്കി 3എണ്ണവും പഠിച്ചു വെക്കണം. നമ്മളിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടു. അടുത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? എ ആണ്. 1ഉം 2ഉം ശരിയാണ്. കാറ്റ്, തിരമാല. അടുത്ത ദൃശ്യപ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിലെ കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അത് ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്.
പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. അടുത്തത് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ക്യാമറ തുടങ്ങിയതിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജെയിൻ വീലിന്റെ ചലനമാണ്. ബാക്കിയെല്ലാം എക്സാമ്പിൾ ആണ്. അടുത്തത് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ആദ്യത്തെ മൂന്നെണ്ണം ശരിയാണ്. കണികളുടെ ഊർജം കൂടും, പിന്നെ കണികൾ തമ്മിലുള്ള അകലം കൂടും, ആകർഷണ ബലം കുറയും. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നത് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സിങ്കിന്റെ ഏതാണ്? കലാമിനാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്, ഇരുമ്പിന്റെ ഹേമറ്റൈറ്റ്, കോപ്പറിന്റെ ഉപ്രൈറ്റ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജം. ഗതികോർജം എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മാസിനെയും പ്രവേഗത്തെയുമാണ് ഗതികോർജം ആശ്രയിച്ചിരിക്കുന്നത്. അടുത്ത ശബ്ദ തരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരാവസ്ഥയിലാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയും. ചാന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ മൂലകത്തിലെ ഷെല്ലിന്റെ എണ്ണം ഇതിന്റെ എണ്ണം നോക്കിയാൽ മതി. 3 എണ്ണമാണ്. അടുത്തത് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്നതിൽ ശരിയായത് 1ഉം 4ഉം ശരിയാണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അത് ശരിയാണ്. അടുത്തത് ചൂടെ നൽകിയിട്ടുള്ള ജോഡിയിൽ നിന്നും തെറ്റായിട്ടുള്ളത് ഏതാണ്? അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ്, സിങ്കിന്റെ കലാമിനാണ്, കോപ്പറിന്റെ കുപ്രൈറ്റ് ആണ്. തെറ്റായിട്ട് കൊടുത്തേക്കുന്നത് ഇരുമ്പിന്റെ ആണ്. വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എങ്ങനെയാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണവും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരും നൽകിയിരിക്കുന്നു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. 3 എണ്ണം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സമതല ദർപ്പണത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം തുല്യമാണ്. അതുപോലെ വസ്തുവിന്റെ അതേ വലുപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും. ആദ്യത്തെ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂള്. താപനിലയുടെ SI യൂണിറ്റ് ആണ് എന്ത്? കെൽവിൻ. മാറിപ്പോലെ പഠിച്ചു വെക്കുക. താപത്തിന്റെ SI യൂണിറ്റ് ജൂള്, താപനിലയുടെ എന്താണ്? കെൽവിൻ. താഴെ പറയുന്നത് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ബലത്തിന്റെ ന്യൂട്ടൺ ആണ്. പവറിന്റെ വാട്ടാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ ജൂളാണ്. ബലത്തിന്റെ ന്യൂട്ടൺ ആണ്. അലുമിനിയത്തിന്റെ ധാതു ഏതാണ്? ക്രയോലൈറ്റ്. തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. അടുത്തത് ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. പിന്നെ pH മൂല്യം 7 കുറവാണ്. 2 സമതല ദർപ്പണങ്ങള് 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ എണ്ണം എത്രയാണ്? 5 ആണ്. ഇത് SCRT ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രതിബിംബത്തിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. 360 ഡിവൈഡഡ് ബൈ എത്രയാണോ കോണളവ് തീറ്റ -1. ഇവിടെ ഇപ്പം 60 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 360 ഡിവൈഡഡ് ബൈ 60 -1 ചെയ്താൽ മതി. 0 പോവും. 6 - 1 എന്ന് പറയുന്നത് 5. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ടെക്സ്റ്റിലെ ഇക്വേഷൻ ആണ്. അടുത്തത് ദോലന ചലനത്തിൽ പെടാത്തത് ഏതാണ്? ഫാനിലെ ദളങ്ങളുടെ ചലനം, പിന്നെ സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം. ദോലന ചലനത്തിന്റെ എക്സാമ്പിൾ ആണ് ആട്ടുകട്ടിലിന്റെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം ഒക്കെ.
ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? 6.2 to 7.6 ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അയിരുകളെ കുറിച്ചും ധാതുക്കളെ കുറിച്ചും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. എല്ലാ അയിരും ധാതുക്കളാണ്, പക്ഷെ എല്ലാ ധാതുക്കളും അയിരല്ല. തിരിഞ്ഞു പോലെ പഠിച്ചു വെക്കുക. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഡി ആണ്. സോഡിയം ആൽക്കലി ലോഹമാണ്. അലുമിനിയം ബോറോൺ കുടുംബത്തില് വരുന്നതാണ്. ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? 1:8 ആണ്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്രയാണ്? 20 ഹെർട്സ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത്? ദോലനം. കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കൽക്കരിയാണ്. കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതരയിൽ വരുന്നതാണ് സൗരോർജ്ജവും തിരമാലയും കാറ്റും ഒക്കെ. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ക്രോമിയമാണ്. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ്. മാർബിളിൽ അടങ്ങിയ ലോഹം ഏതാണ്? കാൽസ്യമാണ്. ശുദ്ധപദാർത്ഥങ്ങള് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ ആണ്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസില് ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതിന് കാരണം എന്താണ്? അപവർത്തനമാണ്. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഏതിന്റെയാണ്? ഇലക്ട്രോൺ ആണ്. തന്നിരിക്കുന്നവയിലെ ക്രിസ്റ്റൽ ആകൃതി അല്ലാത്ത കാർബണിന്റെ രൂപം ഏതാണ്? കൽക്കരിയാണ്. ഒരു ലോഹധാതുവിന്റെ അയിരായിട്ട് പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കുന്ന സവിശേഷത കൊടുത്തിട്ടുണ്ട്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ടും മൂന്നും ശരിയാണ്. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാനാവണം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ്? യാന്ത്രികോർജം വൈദ്യുതോർജം ആകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 2000 അല്ല 20,000 ആണ്. ഒരു പൂജ്യം കൂടെ വേണം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം ഏതാണ്? രാസോർജമാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ് തന്നിരിക്കുന്നത്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളിലെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണവും കാണിക്കുന്നതായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് എന്ത്? ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നുമില്ല, നശിക്കപ്പെടുന്നുമില്ല. എല്ലാം ശരിയാണ്. പഠിച്ചു വെക്കണം. അടുത്തത് ശരിയായിട്ടുള്ളതാണ്. രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് തുല്യ വലുപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബത്തിന്റെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എന്തായിരുന്നു? 360 ഡിവൈഡഡ് ബൈ θ-1 എന്ന് പറയുന്നതാണ് എന്ത്? പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള. ഇവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 3. ഇതെന്ന് പറയുന്നതാണ് 3. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ -1 അപ്പത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഈ സൈഡില് 360 ഡിവൈഡഡ് ബൈ θ ഈക്വൽ ടു 3 + 1 4 എന്ന് വരും. 4 ഇൻറ്റു കോണളവ് എന്ന് പറയുന്നതാണ് 360. അപ്പൊ കോണളവ് തീറ്റ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. 90. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇക്വേറ്റ് ചെയ്താൽ മതി. അടുത്ത കാന്തങ്ങളെ പറ്റി ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ 2, 3 ശരിയാണ്. സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം
തെക്ക് വടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും ആണ് പരസ്പരം ആകർഷിക്കുന്നത്. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് പ്രസ്താവന ശരി ഏതാണ്? അയിരുകളില് അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരി ബേക്കിംഗ് സോഡയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായിട്ട് വരുന്ന എന്താണ്? തീ കെടുത്തുന്ന വാതകമാണ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് എന്ത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് ആസിഡ് വരുന്നോണ്ടാണ്? ഫോർമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യുന്ന രീതിയിൽ പെടാത്തത് വിസർണമാണ്. പിച്ചളയുടെ ഘടകമായിട്ട് വരുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച ആരാണ്? ലവോസിയാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഏത് ഇന്ധനമാണ്? സമ്പുഷ്ട യുറേനിയമാണ്. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാവും. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗമാണ്. ഈ പ്രവേഗവും സ്ഥാനാന്തരവും ത്വരണവും ഒക്കെ സദിശ അളവിന് എക്സാമ്പിൾ ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് ഇതിൽ ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്തത്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത്. ഇലക്ട്രോണിനെ കണ്ടെത്തി പിന്നെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമൊക്കെ നടത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ്. ഹെൻറി ബെക്വറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോകത്തിന്റെ അയിരിനാണ്? അലുമിനിയത്തിന്റെ ആണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുള്ള ആറ്റമാണ് എന്ത്? ഐസോബാർ. ഐസോടോപ്പ് നേരെ തിരിച്ചാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോയാണ്. താഴെ തന്നിരിക്കുന്നവയില് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് എന്ത്? ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം. ഇതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ആറ്റോമിക് റിയാക്ടറുകളാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഏത്? സോണാർ. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാസോണിക് തരംഗമാണ്. പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതില് ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി, പിന്നെ കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലം, കല്ല് ചെയ്യുന്ന പ്രവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? വസ്തുവിനേക്കാൾ വലുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് സെൽഷ്യസ് സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിൻ ആണ്. ചലനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്ന ഏതാണ്? യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് 2s. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമായിട്ട് മാറുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം എങ്ങനെയാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക് നമ്പരും ഉള്ളതാണെന്ത്? ഐസോടോപ്പ്. ആറ്റോമിക സംഖ്യ 8 ആയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്.